വാട്സപ്പിൽ പല പല ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കറിയാം മറ്റുള്ളവർക്ക് അയച്ച മെസ്സേജ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് വേറൊരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു ഇൻവിസിബിൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വാട്സപ്പിൽ ഒരുപാട് ഓപ്ഷൻസും ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ രൂപത്തിലേക്കെല്ലാം ആ മെസ്സേജിനെ മാറ്റാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിലീറ്റ് ഫോർ എവരി വൺ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറം ഉള്ള ആളുകൾക്ക് ആ മെസ്സേജ് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഡിലീറ്റഡ് എന്നുള്ള ഓപ്ഷൻസ് കാണിക്കും. ഓക്കെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കൊരു ഇൻവിസിബിൾ ആയിട്ട് ഉള്ള ഒരു മെസ്സേജ് അയക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പേജിലേക്കാണ് എത്തുക. ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് കോപ്പി ചെയ്യാം, എന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു മെസ്സേജാണ് പോകുന്നത്. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു മെസ്സേജ്. അത് കിട്ടുന്ന ആളുകൾക്ക് ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ അയച്ച മെസ്സേജാണിത്. നമുക്ക് വീണ്ടും ആ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം. നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 10 ക്യാരക്ടർ, ഒരു 10 വേർഡുള്ള ഒരു ഇൻവിസിബിൾ മെസ്സേജ് അയക്കണമെങ്കിൽ ഇവിടെ 10 കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ അടിയിലുള്ള ഈ കോപ്പി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും വാട്സപ്പിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പം കൂടിയ ഒരു ഇൻവിസിബിൾ മെസ്സേജാണ് നമ്മൾ അയച്ച ആളുകൾക്ക് കിട്ടൽ. ഞാനിപ്പോൾ അയച്ച മെസ്സേജാണ്. ഇതുകൊണ്ട് നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട്. നമ്മൾ അയച്ച മെസ്സേജ് നമ്മൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട മെസ്സേജാണ്, നമ്മൾ അയച്ചത് തെറ്റിപ്പോകുക, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും നമുക്ക് ചില ആവശ്യങ്ങൾക്ക് ചില സമയത്ത് അയച്ച മെസ്സേജ് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച മെസ്സേജ് ഇപ്പോൾ ഇവിടെ ഈ രീതിയിലായിരിക്കും കാണുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻസ് വാട്സപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് രസകരമായ രീതിയിൽ ഈ ഒരു മെസ്സേജ് നമുക്ക് സ്റ്റാറ്റസ് ആക്കി വെക്കാനും പറ്റും. അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഇതിലൂടെ പറ്റും. അവിടുന്ന് കോപ്പി ചെയ്യുക, അവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയക്കുന്ന ആളുകൾക്ക് ഒരു ബ്ലാങ്ക് രൂപത്തിലായിരിക്കും, ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് മെസ്സേജ്. അങ്ങനെ ഫണ്ണി ആയിട്ടുള്ള രൂപത്തിലേക്ക് നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം 4-5 വർഷം ഉപയോഗിക്കാത്തൊരു ചാനലായതുകൊണ്ട് ലൈക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലേ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.